അപ്പൊ മസനഗുഡിയിലെ പേരറിയാത്തൊരു ലേക്കിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ വെറുതെ ആന വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പുലീനെയൊക്കെ കാണാനായിട്ട് രാവിലെ ഇറങ്ങിയതാ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയത് സൂര്യന്റെ എൻട്രി ഉണ്ടായി. നല്ല പക്ക എൻട്രി. ഞങ്ങളിത് അറിഞ്ഞിട്ട് വന്നതല്ലാട്ടോ. ഞങ്ങൾക്ക് 4 പേർക്ക് ഇവിടെ അറിയില്ല സ്ഥലം. 3 പേര് കൊല്ലത്തുനിന്നുള്ള ഇക്കമാരാണ്. ഞാൻ കോടനാട് നിന്നാണ് വന്നേക്കണേ. അപ്പോൾ എന്തായാലും അടിപൊളി മോർണിംഗ് ആയി. മോർണിംഗോടുകൂടി നമ്മൾ മസനഗുഡി അടിച്ച് പൊളിക്കാനായിട്ട് തുടങ്ങിയാണ് അല്ലേ? ഹായ് കൂട്ടുകാരെ, ഞാനുള്ളത് മസനഗുഡിയിലെ ഒരു ലേക്കിലാണ്. ഞങ്ങളിവിടെ സൂര്യൻ ആനേനെ കാണാൻ വന്നത്. പക്ഷെ സൂര്യൻ നല്ല റെഡ് കളറിൽ നല്ല രസമുണ്ടല്ലേ പൊങ്ങി തന്നെ കാണാനായിട്ട്. നല്ല രസം. അത് കണ്ടില്ലേ? ആ എൻ്റെ അമ്മോ, സൂര്യനവിടെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ആന വെള്ളം കുടിക്കാൻ വന്നത് കണ്ടിട്ട് ആനേനെ കാണാൻ പറ്റി, സൂര്യനെ കാണാൻ പറ്റി. കൊള്ളാം, അടിപൊളി. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കി വയ്ക്കണമായിരിക്കും. ആരോ ഇങ്ങനെ പ്രസ് ചെയ്ത് അതിനെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇങ്ങനെ കാണുന്നത്. അതെ, കണ്ടിട്ടില്ല. നല്ല രസമുണ്ടല്ലേ? അടിപൊളി സാധനം. പൊളിച്ചു. മസനഗുഡിയിലെ അതിരാവിലെയാണ് ഈ കാണുന്നത്. അപ്പൊ എന്റെ കൂടെയുള്ള ചേട്ടനും അത്ഭുതപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സൂര്യൻ പൊങ്ങിയോ. എനിക്കത് ഭയങ്കര അതിശയോക്തി തോന്നി. പക്ഷെ ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം ആ ചേട്ടനും ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഒരുപാട് സൂര്യോദയം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആനേനെ കാണാൻ വന്നിട്ട് ഒറ്റയടിക്ക് ഈ പറഞ്ഞ മാതിരി ഒരാള് വന്നിങ്ങനെ സൂര്യനെ പയ്യെ തള്ളി വിടണ മാതിരിയായിരുന്നു ആ സൂര്യോദയം. ഭയങ്കര ഭംഗിയായിരുന്നു. എന്തോരം നോക്കി നിന്നിട്ടും മടുക്കണ്ടായില്ല. കണ്ണിന് ഭയങ്കര മനോഹരമായി തോന്നി. കറക്റ്റ് സീറായി. ഞങ്ങൾക്ക് ഒരു സ്വാഗതം മസനഗുഡിയിലേക്ക്. ഞങ്ങളെ ക്ഷണിച്ചേക്കത് ഇത്രയും നല്ലൊരു മോർണിംഗ് കിട്ടുന്ന വിചാരിച്ചില്ല. മോർണിംഗ് വീണ്ടും ആ മേഘത്തിന്റെ മുകളിലേക്ക് കയറണല്ലേ? അടിപൊളിയായിരുന്നു. കറക്റ്റായിട്ട് പൊങ്ങി വന്നോണ്ടോ. ആ തീരെ നേരെ വേറെ മേഘത്തിൽ കയറിയതില്ല. ഇല്ല സത്യം. ഫോട്ടോ എടുക്കാം. എങ്ങനെയുണ്ട്? ഞാനേ പക്ഷെ നമ്മൾ ഈ ഒരു ആംബിയൻസിൽ കണ്ടല്ലോ, അതാണ് അതിന്റെ ഒരു ഭംഗി. ഇവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വന്ന സ്ഥലമുണ്ടോ? ആനയുടെ കാൽപ്പാടുണ്ട്. മാനോ? എന്തായാലും പൊളി, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. രാവിലത്തെ ഒരു വാക്കടിപൊളി. എന്റെ കൂടെ വേറെ 12 പേരുണ്ട്. 12 പേരും കിടന്നുറങ്ങാം. ഞാനിപ്പോ പുറത്തേക്ക് ഇരിക്കുന്നത് നമ്മുടെ തൊട്ട് റൂമിന്റെ അപ്പുറത്തുള്ള ഇക്കമാരാണ് എനിക്ക് കൂട്ടിയിട്ടത്. ആഷിഖിക്കുണ്ട്, ആസിഫിക്കുണ്ട്, മുസ്തഫയ്ക്കുണ്ട്. ഇവർ 3 പേരും കൊല്ലത്തുനിന്നുള്ളവരാണ് കേട്ടോ. ഞാനും ആഷിഖിക്കോട്ടെ ഒരു ഫോട്ടോക്ക്. ബാഗിലുണ്ട്. അത് കിട്ടൂടാ? കിട്ടും. അങ്ങനെ അത് 2 സൂര്യനായിട്ട് കിട്ടുന്നത്. സൂര്യന് കിട്ടണ്ടോ? അങ്ങനെ നാളെ കല്ലിന്റെ മുടി കയറിയാണല്ലോ നിൽക്കണേ. കല്ലിന്റെ മുടി ഞാനും ചേച്ചിട്ട് പൊക്കതാണ്. അപ്പൊ മസനഗുഡിയിലേക്ക് നിങ്ങളൊക്കെ ഒരു ദിവസം പോരേട്ടോ. കൊള്ളാം. അതെ, ആനയും പുലിയൊക്കെ കാണുകയും ചെയ്യാം. എങ്ങനെയുണ്ട് മസനഗുഡി? അടിപൊളി. ഒരു അടിപൊളി സൺറൈസ് ഉണ്ടായി. അടിപൊളി സൺറൈസ്. ആ ചേട്ടൻ ഫോണിൽ ചിലപ്പോൾ പകുതി കിട്ടി, അത്രയും ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ചുമ്മാ ഇങ്ങനെ സൂര്യൻ ആരോ പൊക്കി ഇങ്ങനെ വയ്ക്കണം. റെഡ് കളർ ഉഗ്രനായിരുന്നു അത്. ഉഗ്രൻ സൺറൈസ് എന്ന് പറഞ്ഞാൽ ഉഗ്രൻ സൺറൈസ്. അടിപൊളി ആംബിയൻസ്. മസനഗുഡിക്ക് പോരെ, കൊള്ളാം. മഴക്കാലത്തൊന്ന് വരണം. ശരി. പേരെങ്ങനെയാ? 2 അഫ്സല്, ഫൈസല്. ഓക്കെ. നിങ്ങളെവിടെ സ്ഥലം? കോടനാട്. നമ്മുടെ എറണാകുളം പെരുമ്പാവൂരടുത്ത് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രമൊക്കെ ഇല്ലേ, അത് ഞങ്ങൾക്ക് അടുത്താ.
നിങ്ങൾ ഇന്നലെ പുലിനെ കണ്ടെന്ന് പറഞ്ഞവര് സെറ്റപ്പ് ആയിരുന്നു രാത്രി ഇന്നലെ പുലിയൊക്കെ വന്നതില് നമുക്ക് അങ്ങോട്ട് പോയപ്പോ പ്രയോജനപ്പെട്ടത് ഏതാ ആ വന്നതില് ഇനിയിപ്പോ ഇന്ന് കാണാലോ മിക്കവാറും. ഞങ്ങള് ശരിക്കും പറഞ്ഞ ആന വെള്ളം കുടിക്കാൻ കാണാൻ വേണ്ടി വന്നാ. അപ്പൊ ഞാൻ വെറുതെ ലേക്ക് വന്നപ്പോ ഒന്ന് ഇറങ്ങി നോക്കാന്ന് പറഞ്ഞു. ഈ സൂര്യനെ കുറിച്ച് ഒരു അറിവുണ്ടായില്ല, ഇവിടെയാണ് കിടക്കുന്നൊന്നും നമുക്കറിയില്ലല്ലോ. പുള്ളി പിടിയുന്ന അങ്ങോട്ട് വന്നു, ഒരു പൂ വിരിയണമാതിരി. അടാ സൂര്യന്റെ വെട്ടം അടിക്കുന്ന നോക്കിയാ വെള്ളത്തില്. നല്ല ഭംഗിയുണ്ട്. നല്ല ക്യാമറ. ആഷിഖിന്റെ സൂപ്പർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആഷിഖിന്റെ സെറ്റ് ഫോട്ടോ ഇത്. നടക്കുന്നു. ഇവിടുന്ന് ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇട സൈഡിലേക്ക്, രണ്ടാമത് മസ്സിനെക്കുടി 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ മസ്സിനെക്കുടി. ഇപ്പുറത്ത് ശിങ്കാര എന്നായിരിക്കണം, അങ്ങനെ സ്ഥലം ഉണ്ടാവും. 7 നമ്മൾ അത്ര സെറ്റപ്പായിട്ട് വായിക്കാൻ അറിയില്ല. അതിന് ഏറ്റവും മുകളിൽ 8 കിലോമീറ്റർ മായർ അണൈ, ഒരു അണക്കെട്ടാണ് മായർ അണൈ. 8 കിലോമീറ്റർ. അപ്പം ഞാൻ ഈ പൈതലിൽ യാത്ര ചെയ്യണ കാരണം നമുക്ക് ഈ 1 കിലോമീറ്ററോളം മസനഗുഡി പോകണതായിരിക്കും ബെറ്റർ. നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ. സമയം രാവിലെ 6, നല്ലൊരു സൺറൈസൊക്കെ കണ്ട്. സൺറൈസ് അക്രമ സൺറൈസായിരുന്നു. ആന വെള്ളം കുടിക്കാൻ കാണാൻ വേണ്ടി പോയതാ. പോയിട്ട് നല്ല അടിപൊളി സൺറൈസ്, സൂപ്പറായിപ്പോയി. ഇവിടെ ഈ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടല്ലോ, നൈസ് ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഒരു ചായക്കട കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ബസ് സ്റ്റോപ്പിൽ എഴുതിയേക്കണ തമിഴ് വായിച്ചു നോക്കിയാലോ. തിരിപ്പാട ഫോറസ്റ്റ് ലോങ് ഹൗസ് റെസ്റ്റ് ഹൗസ്, അതാണ് ആ കാണുന്നത്. യെസ്, അവിടെ കൊള്ളാട്ടാ. എവിടെ വയ്ക്കാനും ഭംഗിയാണ്. നമുക്ക് മസനഗുഡി പോയൊരു ചായ കുടിക്കാം. മസനഗുഡി 1 കിലോമീറ്റർ ഒന്ന് നടന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരാം. വഴി മറന്നു പോയത് എൻ്റെ റൂമിലേക്കുള്ള. എൻ്റെ കൂടെ ഒരു 12 പേരുണ്ട്. 12 പേരും നല്ല ഉറക്കമാണ്. ഉറക്കിക്കിടക്കണവർ വിളിച്ചെണിക്കാൻ എനിക്ക് ഇഷ്ടവുമല്ല, അല്ലെങ്കിൽ അവരെയും കൊണ്ട് വന്നാനെ. എന്തായാലും പൊളിച്ചു രാവിലത്തെ മോർണിംഗ്. ഇങ്ങനെ ആ കൊണ്ടാണ്ടോ ഊട്ടി മലനിരകൾ. കാരണം മസനഗുഡി വഴി ഊട്ടിയിലേക്കെന്നും പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യാത്ര ആ വഴിക്കാണ് അവിടെ. അപ്പോൾ മിക്കവാറും ആ മലനിരകളായിരിക്കും. കൂണൂരും അതുപോലെ തന്നെ മറ്റേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മലനിരകളിലൊന്നായ ദൊഡ്ഡാബേട്ടയോ അങ്ങനൊരു മലനിരയുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാം, ഏറ്റവും പൊക്കം കൂടി ഒരെണ്ണമായിരിക്കാം. എന്തായാലും യാത്ര തുടരട്ടെ. 1 കിലോമീറ്റർ പോകണ്ടേ മസനഗുഡിക്ക്? ചോദിച്ചു നോക്കാം. ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം അങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. മോനെ, മസനഗുഡിക്ക് എത്ര കിലോമീറ്റർ? 1 കിലോമീറ്റർ. ഓക്കെ. അവിടെ ചായക്കടയൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. അടിപൊളി. രൂപ. ഞാനേ ഇളയരാജയുടെ പാട്ടുകൾ കേൾക്കാം, അപ്പം അത് കണ്ടിന്യൂ ചെയ്യട്ടെ. രൂപ போக முடியாது. கண்ணூர் தான் நம்ம ஸ்டேட்டு. ஸ்டேட்டில் கண்ணூர் இப்போ இருந்து கண்ணூர் போயால் தானே வெட்டில் போவோம், கோட்டையில் போவோம், முன்னேற போவோம், மாடிக்கரை போவோம், புன்னமூடு போவோம். ആ സ്ഥലം മൊത്തം അതിനകത്ത് തന്നെ കയറണം പറ്റും. ഞാൻ இந்த ரூட்டில் ஃபஸ்ட்டு முதல் வாட்டி தான், அதனால எனக்கு நிறைய தெரியாது. நான் வந்து கேட்டிருக்கு மசனகுடி வழி ஊட்டி அப்படி கேட்டிருக்கு, கேள்விப்பட்டிருக்கு. அது கூடாம ഞാൻ இந்த വയനാട് കണ്ണൂർ കാസർഗോഡൊന്നും ഒരു വാട്ടി വന്നിருக்கு. കാസർഗോഡ് அது வந்து ட்ரெயினில் தான் வந்தேன். இந்த ரோடு வழி பை ரோடு வந்ததே இல்லை, அதனால அதிகமாக தெரியாது. நம்ம ഈ വഴി കൂടി പോവാം. ഇവിടെ നിന്ന് നേരെ ഊട്ടിയിട്ട് കോയമ്പത്തൂർ വന്ന വഴി ആ വഴി കൂടെ നേരെ മൂവാറ്റുപുഴ വഴിക്ക് പോവാം. മൂവാറ്റുപുഴ വഴി അല്ലേ? ഓക്കെ ഓക്കെ. ആ പോകുന്ന വഴി വണ്ടി ഈ കുട്ടികൾ മലപ്പുറത്ത് നിന്ന് വന്നേക്കണാണ്. സൂപ്പർ ഒരു ജീപ്പും
പിന്നെ ടെന്റും. ഇപ്പൊ ഇവർ ഉദ്ദേശിക്കുന്ന നല്ല ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയാണ്. ഞാനും ആ സമയത്ത് അവിടെ എത്തി. അപ്പൊ നൈസായിട്ട് ഫ്രീ ആയിട്ട് ഞാനും 1-2 വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ കാത്തിരുന്ന പോലെ തന്നെ നല്ല കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി. സന്തോഷമായി. ആ സന്തോഷത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കവേ അടുത്ത സന്തോഷവുമായി 2 കുട്ടികൾ ക്രിക്കറ്റ് ബോളും ബാറ്റുമായിട്ട് വന്നു. ഒരു 6 അടിക്കോ അല്ലെങ്കിൽ ബോൾ അടിക്കോ, അപ്പൊ കിട്ടില്ലാനായിട്ട് എടുക്കാം. எப்படி இருந்துச்சு அந்த ஷாட்? ക്രിക്കറ്റ് കളിക്ക് ശേഷം ഫുട്ബോൾ കളിക്ക് ഒരു വിഷമം തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കിടന്ന ഏതോ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഞങ്ങൾ എന്തൊക്കെയോ നിറച്ച് വെച്ചിട്ട് അത് വെച്ച് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു കുറെ നേരം. പിന്നെ ശരാശരി ഒരു മലയാളിക്കുള്ള അതേ സ്വഭാവം, മരത്തുമ്മ കയറ്റം. അവിടെ കണ്ട വലിയൊരു മരം ചുമ്മാ പിടച്ചങ്ങട് കയറി. നല്ല രസമുണ്ട് കേട്ടോ ആ മരം. അതിന്റെ മുകളിൽ കുറെ നേരം നിന്ന് വള്ളികൾ തൂങ്ങി കിടപ്പുണ്ട്. അതുപോലെ ഒരുപാട് ശിഖരങ്ങളുള്ള മരം. അതിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നല്ല രസാ. അവിടെ നിന്നുള്ള വ്യൂവും നല്ല രസാ. നിക്കട്ടാ. മരം കയറ്റത്തോടുകൂടി മസനഗുഡിയിലെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. ദിസ് ഈസ് ഗൂഡല്ലൂർ. ഈ ഗൂഡല്ലൂരിന്റെ സൈഡിൽ കോവയെന്ന് എഴുതിയാണ്. എന്തിനാ എന്തോ വാട്ടറല്ലേ മേടിക്കാം ചേട്ടാ. ഒരു കട നിർത്തണേ വെള്ളം മേടിക്കാൻ. ആ ഗൂഡല്ലൂർ. ടാറ്റാ. ഇവരുടെ വൈബ് കണ്ടാ എങ്ങനെ ഇവൻ കണ്ടുവെന്നാ ഞാൻ ഈ ആലോചിക്കണേ. 90s പുളിമുട്ടായി എല്ലാം മേടിച്ചിട്ടുണ്ട്. ചെറുപ്പം നമ്മളെ പഠിക്കുമ്പോൾ ഞാൻ അട്ടിങ്ങനെ നോക്കി സാധനം ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. ടീച്ചർ ക്ലാസ് ഇരുന്നിരിക്കുമ്പോട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അവന്റെ നോട്ടം കണ്ടപ്പോ തന്നെ അവൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന്. പുളിമുട്ടായി മേടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കണം. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 90കളിൽ ജനിച്ചാണല്ലോ. അടിപൊളി. 2K പിള്ളേരും 90കളിലെ ആ ഫസ്റ്റ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. കൂടല്ലൂർ എന്നാടാ കേറോപ്പൊന്ന് അങ്ങനെ മസനഗുഡിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയായി. ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ബൈ ബൈ. എടാ ഒപ്പയ്ക്ക് നീങ്ങുന്നതാടാ. പപ്പടം വന്നില്ല.